നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 31 വാക്യം. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. പ്രിയരെ, യാക്കോബിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ വചനഭാഗം വായിച്ചത്. യാക്കോബും ഏശാവും ഇരട്ടക്കുട്ടികളായിരുന്നു. അവർ ജനിക്കുന്നതിന് മുമ്പേ അവരെക്കുറിച്ചുള്ള ദൈവനിർണയം ഉണ്ടായിരുന്നു. യാക്കോബിനെ ദൈവം സ്നേഹിക്കുകയും ഏശാവിനെ ദൂഷിക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ അവരെക്കുറിച്ചുള്ള പ്രവചനം അനുസരിച്ച് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രവചനം. യാക്കോബിന്റെ നിർണയം, യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ടാകാരമാകുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുണ്ട്. എന്നാൽ കുട്ടികൾ ജനിച്ച ശേഷം മുന്നോട്ടുള്ള യാത്രയിൽ അമ്മ യാക്കോബിനെ അനുഗ്രഹിക്കണമെന്നും അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊടുക്കണമെന്നും ഹൃദയത്തിൽ ചിന്തിച്ചു. അങ്ങനെ അപ്പൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ വസ്ത്രം ഇട്ടുകൊണ്ട് അനിയനായ യാക്കോബ് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു മാൽ പ്രാക്ടീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇനിയും അപ്പൻ ഏശാവിനെ കൈവച്ച് അനുഗ്രഹിച്ചാൽ പോലും യാക്കോബാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. യാക്കോബിന് യാതൊരു തന്ത്രവും കൂടാതെ, പറ്റിക്കാതെ, കബളിപ്പിക്കാതെ, ഒരു കാര്യത്തിനും പോകാതെ അനുഗ്രഹം പ്രാപിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മളുടെ മനസ്സിൽ ചിന്തകൾ വരും. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക നിർണയം, ദൈവ പദ്ധതി ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. നാം പിണ്ടാകാരമാകുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവപ്ലാനുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ പറ്റിച്ചും വഞ്ചിച്ചും മറ്റുള്ളവരെ ആശ്രയിച്ചും ഒക്കെയും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരും. ആ ചിന്താഗതി ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയില്ല. അത് കൂടുതൽ പരാജയത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രിയരെ, യാക്കോബ് ഒടുവിൽ ജ്യേഷ്ഠനെ ഭയന്ന് അവൻ്റെ അമ്മ തൻ്റെ ആംഗ്ലയായ ലാബാൻ്റെ വീട്ടിലേക്ക് ഓടിച്ചുവിടുന്നു. ലാബാൻ്റെ ജീവിതത്തിൽ യാക്കോബ് കടന്നു വന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. ലാബാൻ തൻ്റെ 2 പെൺമക്കളെയും യാക്കോബിന് വിവാഹം കഴിച്ചു കൊടുത്തു. അവിടെ ദാസിമാരെയും കൊടുത്തു. 4 ഭാര്യമാരും 12 മക്കളുമായിട്ട് വലിയ സമ്പത്തുള്ളവനായി, ധാരാളം മൃഗസമ്പത്തുള്ളവനായി അവൻ തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന ഭാഗത്ത് സെയീർ പർവ്വതത്തിലൂടെ കടന്നു വരേണ്ടി വന്നു. സെയീർ പർവ്വതം ഏശാവിന് അവകാശമായി, ഏശാവിനും അവൻ്റെ തലമുറയ്ക്കുമായി ഇരിക്കുന്ന പർവ്വതമാണ്. പണ്ട് ജ്യേഷ്ഠനെ പറ്റിച്ചു എന്നുള്ള ഒരു ചിന്ത അവനെ ഭയപ്പെടുത്തി. വളരെ നിരാശയോടും ഭയപ്പാടോടും കൂടി തൻ്റെ കുഞ്ഞുങ്ങളുമായി, തൻ്റെ ഭാര്യയുമായി, തൻ്റെ കൂട്ടുപ്രവർത്തകരുമായി, തൻ്റെ ദാസിദാസന്മാരുമായിട്ട് സെയീർ കടക്കുമ്പോൾ ആ ഇരുട്ടത്തോടുള്ള യാത്ര യാക്കോബിനെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു. യാക്കോബിൻ്റെ ഹൃദയത്തിൽ മരണഭീതിയും ചിന്തകളും ഒക്കെ കടന്നു വന്നത്. എല്ലാം ഏശാവ് തങ്ങളെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ചു. എല്ലാം ഉണ്ടായിട്ട് പോലും, എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും വളരെ ഭയപ്പാടുകൂടി ജീവിക്കുന്ന അവസ്ഥ ഇന്നും അങ്ങനെയാണ്. യാക്കോബിനെ പോലെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് പലർക്കും ഉള്ളത്. വീടുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സമ്പത്തുണ്ട്, നല്ല സാഹചര്യമുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ജീവിതത്തിൽ, ഹൃദയത്തിൽ സമാധാനമില്ല. ഹൃദയത്തിൽ എപ്പോഴും ഒരു ഭയമാണ്. യാക്കോബ് ഈ സെയീറിലൂടെയുള്ള തൻ്റെ യാത്ര വളരെ കഠിനമായിരുന്നു. ഏശാവിനെ കളിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏശാവിനെ എങ്ങനെ രമ്യപ്പെടുത്താൻ വേണ്ടി അവന് കുറേ സമ്മാനങ്ങളുമായിട്ട് ഒരു ടീമിനെ മുന്നേക്ക് യാക്കോബ് നയിച്ചിരുന്നു. എന്നിട്ട് പോലും വളരെ ഭയപ്പാടോടുകൂടിയാണ് യാക്കോബ് ആ രാത്രിയിൽ ആ സെയീറിലൂടെ കടന്നുപോയത്. എന്നാൽ ഭയപ്പെട്ട രീതിയിലൊന്നും സംഭവിച്ചില്ല. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്ന സങ്കീർണമായ ഒരു സമയമായിരുന്നത്. ദൈവത്തെ മുഖാമുഖം കണ്ടു എന്നുള്ള അർത്ഥത്തിൽ ആ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൂതൻ തന്നെക്ക് മല്ല് പിടിക്കാനായിട്ട് കടന്നു വന്നു. നോക്കിയായിട്ട് പ്രിയരെ, അങ്ങനെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന അർത്ഥത്തിൽ ഫേസ് ഓഫ് ഗോഡ്, അർത്ഥാൽ പെനിയേൽ എന്നുള്ള ഒരു വാക്ക് അവിടെ വരികയാണ്. യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവിടെ എഴുതിയിരിക്കുന്നു, പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രശ്നസങ്കീർണമായ ആ യാത്രയിൽ മരണഭീതി ഉണ്ടായിരുന്നു. എല്ലാം നശിച്ചു പോകുന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ കൂടെ ഇരുന്നു.
പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. നമ്മുടെ ജീവിതത്തിൽ വലിയ അർദ്ധരാത്രിയും വലിയ സംഘർഷങ്ങളും ഹൃദയത്തിൽ വളരെ ഭയവും ഒക്കെയായിട്ട് നമ്മൾ ജീവിതയാത്ര തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സൂര്യൻ ഉദിക്കും. ഇതാ യാക്കോബിൻ്റെ ജീവിതത്തിൽ ആ ഇരുളിൻ്റെ അവസാനം, ആ പ്രതിസന്ധിയുടെ അവസാനം, ഇതാ ദൈവത്തിൻ്റെ വെളിച്ചവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇന്ന് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയാലും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കും. എന്നും ഇരുട്ടും അന്ധകാരവും എന്നും ഭയപ്പാടും നിരാശയും കൊണ്ട് വട്ടം തിരിയുന്ന ഒരർദ്ധരാത്രിയല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം ഉദിക്കുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇതാ പെനിയേൽ കടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഇന്ന് പ്രിയരെ, എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളാരും ഭയപ്പെട്ടു പോകരുത്. കർത്താവിനോടൊപ്പം നമ്മൾ, ദൈവത്തോടൊപ്പം നമ്മൾ, വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, തിരഞ്ഞെടുപ്പ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളോടുള്ള ദൈവിക പ്രോമിസുകൾ ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കും എന്നതിന് ഒരു സംശയമില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ പ്രത്യാശ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ സമാധാനം കൂടിയിരിക്കട്ടെ. ആരെങ്കിലും ഭയപ്പാടോടുകൂടെ നിരാശയോടുകൂടെ ഈ ജീവിതയാത്രയിൽ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നവരെ മോചിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ വലിയൊരു നീതി സൂര്യൻ ഉദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുതലുണ്ടാവട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.